സോണ്ട് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ റിവേഴ്സ് മോഡായിരിക്കും കാണിക്കുക. ആക്ച്വലി നമ്മുടെ ആൾക്കാരെല്ലാവരും ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് അവളുടെ വീട്ടിലേക്ക് പോയി. അതിൽ എല്ലാവരെയും കൂട്ടി ഒരു ടവറിന്റെ അടുത്തേക്ക് പോവാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടെ ആ ടവറിലേക്ക് നോക്കും. ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇവളെങ്ങനെ ഇത്രയും കാലം സർവൈവ് ചെയ്തു? ഹീറോയ്ക്കാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് അത്ഭുതം. പക്ഷെ എനിക്ക് മുകളിലേക്ക് പോകാനുള്ള വഴി അതിതായിരിക്കും ചിന്തിച്ച് അവളുടെ പിന്നാലെ പോവും. അവളാണെങ്കിൽ വലിയൊരു ഡോർ തുറക്കുകയാണ്. അതൊരു കോട്ട പോലെ അങ്ങനെ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. നമ്മുടെ ആൾക്കാരെല്ലാവരും ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി നിൽക്കുമ്പോൾ അവളാണെങ്കിൽ ഇപ്പൊ സ്റ്റെപ്സ് മുകളിലേക്ക് കയറും. അതല്ല, എന്റെ റൂം മുകളിലാണെന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് വിളിക്കും. അവളാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ഇവിടെ മാസ്ക് യൂസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ കരുതും പോലെ പോയിസണോ ഡസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അത് കേട്ട് എല്ലാവരും മാസ്ക് ഊരി റൂമിലേക്ക് വരികയാണ്. അവളുടെ റൂമിലെത്തിയതും നമ്മുടെ ആൾക്കാർ കൂടുതൽ ഭംഗിയുള്ളവരായിട്ട് അവൾക്ക് തോന്നും. അവളാണെങ്കിൽ ഒരു ചെയറിൽ പോയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ആ റൂമിന് ചുറ്റും നോക്കും. ഒരുപാട് സാധനങ്ങൾ അതെല്ലാം തന്നെ വലിച്ചു വാരി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഓ നോ, ഇവളെങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്യുന്നത്? ഫുഡും കാര്യങ്ങളും എല്ലാം ഇവളെങ്ങനെ ഇവിടെ മീറ്റ് ചെയ്യുന്നു ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവും. സ്ട്രെയിറ്റ് ആയി നമ്മുടെ ആൾക്കാർ അവിടേക്ക് വന്നതിന്റെ കാര്യം തിരക്കും. അതിന് ഹീറോ ആണെങ്കിൽ ഇപ്പോൾ അവളോട് പറയും, സ്പിയർ ഗ്രൂപ്പിനെയും ഞങ്ങളുടെ ഗ്രൂപ്പിനെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് അതിവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അത് എവിടെയാണ്, എങ്ങനെയാണ് അവിടേക്ക് പോവുക, അതിനെക്കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. അതിന് അവളാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് ഇപ്പോൾ അവരോട് സംസാരിക്കും. അവൾ ഹീറോയെ നോക്കി പറയും, വാവ്, നിന്നെ കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ എക്സിന്റെ അതേ മുഖച്ഛായയാണ് നിനക്ക്. നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? ഇവിടെ മുഴുവൻ നിറയുന്ന ആ സുഗന്ധം അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ സംശയം ശരിയാണെങ്കിൽ പുറകിലുള്ള ആ ജയന്റ് മനുഷ്യന് അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ആ ഒരു സ്മെല്ല് അത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടാവും. അത് കേൾക്കേണ്ട താമസം ഇവിടെ മഞ്ഞത്തലേനാണെങ്കിൽ കൺട്രോൾ പോവാണ്. നിന്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരം കേൾക്കാനല്ല ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഞങ്ങൾ ചോദിച്ചതിന് നിനക്ക് ആൻസർ തരാൻ പറ്റുമോ? മുകളിലേക്ക് പോകാനുള്ള വഴി അത് ഞങ്ങൾക്ക് അറിയണം. അതിനവൾ ടെററായി അല്ല, സംസാര ശൈലിയൊക്കെ മുഴുവനായിട്ടും ചേഞ്ചായി അവരോട് ദേഷ്യപ്പെട്ട് പറയും, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് വർഷങ്ങളായിട്ട് കഴിയാണ്. നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വന്ന് എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. താഴ്മയായിട്ട് സംസാരിച്ചത് കൊണ്ടും എന്നോട് ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടും മാത്രമാണ് നിങ്ങൾ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അവളങ്ങനെ തുറച്ചു നോക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടിയെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ എന്നെ ഇവിടേക്ക് വന്ന് എന്നോട് മോശമായിട്ട് സംസാരിച്ചു. നിങ്ങൾ ആരും ഇനി ഇവിടുന്ന് ജീവനോട് കൂടെ പോവില്ല. ആൾക്കാരാണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുകയാണ്. കാര്യം പിടികിട്ടിയ നമ്മുടെ മഞ്ഞത്തലയൻ അവനാണെങ്കിൽ കാഷ്വലായിട്ട് പറയും, സത്യത്തിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ സഹായം അത് നിനക്ക് ചെയ്തു തന്നൂടെ? ആ പെണ്ണിനാണെങ്കിൽ കാര്യം മനസ്സിലാവും. അവൾ അടിച്ചു പറയും, നിങ്ങൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ കാര്യം കാണാനായിട്ട് എന്നെ സോപ്പിടുകയാണ്. അതിന് മഞ്ഞത്തലേനാണെങ്കിൽ ടെററായിട്ട് പറയും, അതെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയേ പറ്റൂ. സത്യത്തിൽ നിന്നെ കാണാൻ യാതൊരു ഭംഗിയുമില്ല. ഒരുപാട് കാലമായി നീ ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിന്റെ ബുദ്ധിക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നിന്റെ ഡ്രസ്സിങ് അത് വളരെ മോശമാണ്. ബോയ്സിന്റെ മുൻപിൽ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുക? മര്യാദയ്ക്ക് നല്ല ഡ്രസ്സ് ഇട്ട് വാ. ഇത് കേട്ട് ഫുൾ കലിപ്പിലായ ആ പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ആരും ഇവിടുന്ന് ജീവനോടുകൂടെ ഇനി തിരികെ പോവില്ല. ആദ്യം ഞാൻ പണിഷ് ചെയ്യാൻ പോകുന്നത് നിന്നെയാണ് മഞ്ഞത്തലയാന്ന് പറഞ്ഞ് ആണെങ്കിൽ അവളുടെ പവർ അത് റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും ഹീറോ അവളുടെ ബോഡിയിലേക്ക് ശ്രദ്ധിക്കുക. ഹീറോയുടെ കയ്യിലുള്ള അതേ സിമ്പിൾ തന്നെ അവളുടെ ബോഡിയിലും ഉണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ടും പിടികിട്ടും, ഹീറോയെ പോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പവർ അത് അവൾക്കുണ്ട്. ഇവിടെ അവളാണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് അവരുടെ ടീമിലുള്ള ജയന്റ് മാനെ തന്നെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യിപ്പിച്ച് താഴെയിടുകയാണ്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഹീറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീയും ഞങ്ങളെപ്പോലെ ഒരു ഗ്രൈൻഡ് അല്ലേ? ഇതിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ആ ഞങ്ങളോടാണ് നീ ഇത് ചെയ്തത്. എന്റെ കയ്യിലുള്ള ആ സിമ്പിള് അത് നിനക്ക് എവിടുന്ന് കിട്ടി? അതേ സിമ്പിൾ തന്നെ എന്റെ കയ്യിലും ഉണ്ട്. അതിനവള് പറയും, നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് ആവാനല്ലേ ഇവിടേക്ക് വന്നത്? നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഹാപ്പി ആയിട്ട് കഴിയാന്ന് പറയും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ഡബിൾ ഷോക്കാവും. ഇവിടെ കമ്മൽ മാസ്റ്റർ ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെടാനായിട്ട് ആരംഭിക്കും. മര്യാദയ്ക്ക് അവരുടെ ടീംമേറ്റ്സിനെ തിരികെ കൊടുക്കാനായിട്ട് അവളോട് പറയുകയാണ്. അവളാണെങ്കിൽ ഞൊടിയിടയിൽ ഇപ്പൊ കരയാനായിട്ട് തുടങ്ങും. നിങ്ങൾ എല്ലാവരും എന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൾ ടെററായി ഇപ്പൊ ജയന്റ് മാനെ നോക്കുകയാണ്. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യും. ഹീറോ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് തെന്നി മാറുകയാണ്. ഹീറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ നമ്മുടെ ടീംമേറ്റ് ആണ്, നീ എന്തിനാ അവളുടെ കൺട്രോൾ പെട്ട് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാണ്? അതിനവൻ പറയും, ഇപ്പോഴെന്റെ ബോസ് അത് അവളാണ്, അവളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് മാത്രമാണ് എന്റെ എയിം എന്ന് പറഞ്ഞ് അവനിപ്പോൾ നമ്മുടെ അറ്റാക്ക് ചെയ്യും. ആൾക്കാർക്കാണെങ്കിൽ അവളുടെ പവർ അത് പിടികിട്ടുകയാണ്. അവളുടെ പവർ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് അവളുടെ മേലെ ഒരു പോസസീവ്നെസ് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് മേലെ ഇഷ്ടം, ക്രഷ് അതൊക്കെ തന്നെ അവളുടെ പവർ ഉപയോഗിച്ച് മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്യും. അവനോട് തന്നെ ഒരു കുറ്റബോധം തോന്നുകയാണ്. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് ചിന്തിച്ച് അവനൊരു ഇല്യൂഷനിലേക്ക് പോകും. ഇല്യൂഷനിൽ അവൻ ചുറ്റുമുള്ളവരെല്ലാവരും കുറ്റപ്പെടുത്താനായിട്ട് തോന്നുകയാണ്. ആ ലേഡി ആണെങ്കിൽ വിളിച്ചു പറയും, ഇനി ആരാണ് എൻ്റെ ഫാൻ ആവാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്? അങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ തുടരാം, അല്ലാത്തവരെ എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ എൻ്റെ അസിസ്റ്റന്റ് ആക്കി മാറ്റുമെന്ന് അവൾ ടെററായിട്ട് പറയും. ഇവിടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ
ഇല്യൂഷനിൽ ഒരു പറ്റം സ്പിയർ ഗ്രൂപ്പുകളുടെ ചുറ്റും അങ്ങനെ പെട്ടുകിടക്കുകയാണ്. അവരാണെങ്കിൽ ഹീറോയെ കുത്തി നോവിക്കും. കട്ട് ചെയ്ത പ്രസന്റിൽ ഹീറോയുടെ കൂടെ ഉള്ളവനാണെങ്കിൽ ഹീറോയെ അവിടെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നിനക്ക് എന്തു പറ്റി, എത്രയും വേഗം ഇവിടുന്ന് മാറണം, അതല്ല എങ്കിൽ നമ്മൾ ഇതിൽ പെട്ടുപോകുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഫോഴ്സ് ചെയ്ത് നമ്മുടെ ഹീറോയെ അവിടുന്ന് ഡൈവേർട്ട് ചെയ്യിപ്പിക്കുകയാണ്. അവളാണെങ്കിൽ ഹീറോയുടെ ടീംമേറ്റ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഹീറോയെ രക്ഷിച്ച അവനാണെങ്കിൽ ഹീറോയോട് പറയും അവൾ ആ വാട്ടർ ഉപയോഗിച്ച് എല്ലാവരെയും കൺട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് എത്രയൊക്കെ പവർ ഉണ്ടായിട്ടും യാതൊരു കാര്യമില്ല, നമുക്ക് അവളുടെ പവറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. കാരണം അവൾ അത്രമേൽ സ്ട്രോങ് ആണ്. അവളുടെ ഗണ്ണിലെ പിസ്റ്റൽസ് അതെല്ലാം നശിപ്പിക്കണം. കാരണം മഞ്ഞത്തലയൻ അവൻ ഇതുവരെ ഉപയോഗിക്കാത്ത വെപ്പൻ പോലും അവൾക്ക് നേരെ ഉപയോഗിച്ചു. എന്നിട്ടും അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഇനിയും ഒരുപാട് നേരം അവളുടെ മുൻപിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. സോ എത്രയും വേഗം നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അതല്ല എങ്കിൽ എല്ലാവരെയും നമ്മളെയും നമുക്ക് നഷ്ടാവും. ഒപ്പത്തി പെണ്ണാണെങ്കിൽ ഞാൻ ഉറപ്പായാലും അവളെ തകർക്കുമെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് പോകും. ബാക്കിയുള്ളവരാണെങ്കിൽ അവളെ തടയാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവള് ആ വില്ലത്തിയുടെ ക്ലോസ് എത്തും. വില്ലത്തിയാണെങ്കിൽ വലിയൊരു പവർ ഉപയോഗിച്ച് ചോപ്പത്തെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ ജസ്റ്റ് മിസ്സിന് അവൾ തെന്നി മാറും. ആ ഒരു പവർ ആ പില്ലറിൽ ഇടിച്ച് പില്ലറിന്റെ ഒരു ഭാഗം അങ്ങനെ തകരുകയാണ്. ബാക്കിയുള്ളവർ ഉച്ചത്തിൽ നിലവിളിച്ച് പറയും നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, അവൾ വളരെ ടെററാണ്, പവർഫുൾ ആണ്. ആ വില്ലത്തിയാണെങ്കിൽ അടിച്ചു പറയും ഇവിടുന്ന് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, എന്റെ പവറിൽ ഇപ്പോഴല്ലെങ്കിൽ അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ പെട്ടുപോകും. മറ്റൊരു ഭാഗത്ത് ക്രൂഡോയ്ക്കാണെങ്കിൽ അവൻ ആ പവറിൽ പെട്ടുപോയത് പോലും മനസ്സിലാവുന്നില്ല. രണ്ട് ഫ്ലോറിൽ അവൻ വെറും ഒരു സോൾജിയറായിട്ട് നിൽക്കുന്നതായിട്ട് മാത്രമായിരിക്കും അവനിപ്പോൾ ഫീൽ ചെയ്യുക. കമ്മൽ മാസ്റ്ററിനാണെങ്കിൽ ഇപ്പൊ ആ പവർ അത് സ്മെല് ചെയ്യാനും സെൻസ് ചെയ്യാനും പറ്റും. അതിന്റെ പവർ എന്താണെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ആ വില്ലത്തി പറയും ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്മെല്ലാണ്. സോ തീർച്ചയായിട്ടും ഇതിൽ ഒരാൾ പെട്ടുകഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള മെമ്മറീസ് അത് തിരികെ വരും. മാത്രമല്ല അവർ ഒരുപാട് ബ്രൂട്ടലായിട്ട് അതിൽ പെട്ടുപോകും. എന്റെ പവറിലൂടെ നിങ്ങൾക്ക് എന്നോട് പ്രണയം തോന്നിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഹീറോയെ നോക്കുകയാണ്. അടുത്ത നിമിഷം ഹീറോയ്ക്ക് അവൻ പ്രണയിച്ച പെൺകുട്ടി എന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചു ചിന്തിച്ച് അവനാണെങ്കിൽ ഷോക്കാവും. ഹീറോയ്ക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ ഒരുപാട് ദേഷ്യമാണ് തോന്നുന്നത്. കാരണം ലാസ്റ്റ് ടൈം അവൾ പോലും അവനെ അവിശ്വസിച്ചു. ഹീറോയുടെ ഫേസ് അതങ്ങനെ ചേഞ്ച് ആവുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും അവളുടെ സ്മെല്ലിൽ. അവളാണെങ്കിൽ വീണ്ടും വീണ്ടും അവളുടെ പവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേട്ട് അമ്മ ലീഡറും അവൻ്റെ ഫ്രണ്ടും അവർ രണ്ടുപേരും മാസ്ക് ഇട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വരും. ഞങ്ങൾക്ക് നിന്റെ പവറിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു, സോ ഉള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരികയാണ്. അവളാണെങ്കിൽ ടെൻഷനായി ഇപ്പോൾ ഉച്ചത്തിൽ നിലവിളിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയി അവൻ്റെ ഫ്രണ്ടിന്റെ രൂപം കണ്ട് അങ്ങനെ തല താഴ്ത്തിയിരിക്കും. കമൽമാനും അവൻ്റെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും ആ വില്ലത്തിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഹീറോയ്ക്ക് അവൻ്റെ ഗേൾഫ്രണ്ടിനെ രണ്ട് സോൾജിയേഴ്സ് ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടായിരിക്കും ഇപ്പോൾ അവൻ്റെ മനസ്സിൽ കാണുക. പക്ഷേ ഹീറോ ആണെങ്കിൽ ചാടി വന്ന് അവർ രണ്ടുപേരെയും തട്ടിത്തെറിപ്പിക്കുകയാണ്. എൻ്റെ ലവറിനെ തൊട്ടാ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ തല്ലിക്കൊല്ലുമെന്ന് പറയും. അത് കേട്ട് അവർ ഞെട്ടും. മാത്രമല്ല ചോപ്പത്തിയും ബാക്കിയുള്ള ഓരോരുത്തരുമായിട്ട് ഇപ്പോൾ ആ വില്ലത്തി പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. ഒക്കെയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോട് കൂടെ അവൻ്റെ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യാണ്. എൻ്റെ ഫ്രണ്ട്സിനെ ചെറുത്ത് നിൽക്കാനായിട്ട് എൻ്റെ പവർ അത് ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നവൻ ചിന്തിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.